ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ടും ഈത്തപ്പഴവും ഉള്ള ഒരു അച്ചാറാണ്. അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും കഴുകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിന് കേട്ടോ. വെളുത്തുള്ളി ഇട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബീട്രൂട്ട് നമുക്ക് ചെറുങ്ങനെ കട്ടാക്കിയെടുക്കാം. എല്ലാ പീസുകളും ചെറുങ്ങനെ കട്ടാക്കി എടുത്ത പിന്നെ നമുക്കതൊന്ന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പെരക്കി വെക്കാം. പെരക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്കത് എണ്ണയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് കട്ടാക്കി വെക്കട്ടെ. ബീട്രൂട്ട് കട്ടാക്കി, ഇനി ഇഞ്ചി കട്ടാക്കി വെക്കാം ചെറുങ്ങനെ. പിന്നെ വെളുത്തുള്ളിയെല്ലാം തോല് കളഞ്ഞ് വെച്ചു. പിന്നെ നമുക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല പെരക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചെറുങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ കട്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ 2 പീസായിട്ട് മുറിക്കുമ്പോൾ തന്നെ എടുത്തതാണ്, തോല് കളയുമ്പോൾ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉലുവ ഇട്ട് വറുത്തിട്ട് പൊടിക്കാം കേട്ടോ ഉലുവ. അപ്പോൾ വറുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണിഞ്ഞ് കിട്ടട്ടെ. തണിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ബീട്രൂട്ട് മസാല പെരക്കി വെച്ചത് അടുപ്പത്ത് ഉരുളി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ബീട്രൂട്ട് ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഒന്ന് എണ്ണയിൽ വേവട്ടെ. വെന്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം, പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് ഒതുക്കിയെടുത്തിന്. പിന്നെ ശർക്കര ഒരു ആണി എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് പിടിച്ച് നോക്കാം. പിന്നെ ആ എണ്ണയിൽ തന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് അതൊന്ന് കടുക് ഇട്ട് കൊടുക്കുക. കടുക്, പിന്നെ ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം വെള്ളമെല്ലാം ഒന്ന് ഇതാവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റല്ല, വറുത്തെടുക്കാം. എല്ലാം അങ്ങനെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടുന്ന മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ ചതച്ച് വെച്ചിരിക്കുന്നതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മസാല പെരക്കി വെച്ചതിൻ്റെ വെള്ളമില്ലേ, ഇതാണ്, അതും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ഒഴിച്ചത് വിനാഗിരിയാണ് ഇച്ചിരി. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശർക്കരയല്ലേ, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. നമുക്കതിലേക്ക് കായപ്പൊടിയില്ലേ, അതും ഇട്ട് കൊടുക്കാം. കായം ആവശ്യത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ മണം അധികം ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ടോളൂ. അപ്പോൾ കായം ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. കുരു കളഞ്ഞ ഈത്തപ്പഴമാണ്, അതും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞിട്ട് ബോട്ടിലാക്കി കൊടുക്കാം. താങ്ക്